ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങൾ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ധാരാളം ഉൾപ്പെടുത്തിയത് കാണാം. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്ന ചില വാചകങ്ങൾ. കാന സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്ലമന്നാസ്, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും സഹനമുള്ള ആളായിരുന്നു, സഹിക്കുന്ന ആളായിരുന്നു. പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ സഹനമുള്ളവരായിരുന്നു മുത്തുനബി. വഅസ്ജഅന്നാസ്, ജനങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ധീരതയുള്ളയാളായിരുന്നു. ധൈര്യം ഉണ്ടാവേണ്ട സ്ഥലത്ത് മുത്തുനബി ധൈര്യത്തിൽ തന്നെ നിൽക്കും, ഭീരുവല്ല, പേടിത്തൊണ്ടനല്ല. വഅഅദലന്നാസ്, ജനങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും വലിയ നീതിമാൻ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വഅഅഫന്നാസ്, തെറ്റ് ചെയ്യലിനെ തൊട്ട് മാറി നിൽക്കാൻ ഏറ്റവും കൂടുതൽ മാറി നിൽക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ലം തമസ്സ യദുഹു ഖത്തു യദംറഅത്തിൻ ലാ യംലികു റിഖഹാ വഇസ്മത നികാഹിഹാ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ ഭാര്യമാരെയല്ലാതെ അവര് മറ്റു അന്യ പെണ്ണിന്റെ കൈ തൊട്ടിട്ടേ ഇല്ല. ഇന്ന് ശയിക്കാൻ്റെ ചെയ്യല, കൈ പിടിച്ച് ഇതാക്കാം. മുത്തുനബി ഒരു അന്യ പെണ്ണിന്റെ കൈ തന്റെ ജീവിതത്തിൽ തൊട്ടിട്ടേ ഇല്ല. അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട മഹറമിൽപ്പെട്ടയാളായാൽ അവിടുത്തെ തൊടൽ ഹലാലായ ആളുകൾ, അല്ലെങ്കിൽ ഭാര്യമാർ, അല്ലെങ്കിൽ അവിടുത്തെ സ്വന്തം ഉടമയിലുള്ള അടിമകൾ, ഹലാലായ ആളുകളല്ലാതെ മറ്റൊരു സ്ത്രീയുടെയും കൈ മുത്തുനബി തൊട്ടിട്ടില്ല. വകാന അസ്ഖന്നാസ്, അവിടുന്ന് ഏറ്റവും ധർമ്മിഷ്ഠരായിരുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ ധർമ്മിഷ്ഠർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ലാ യബീതു ഇൻദഹു ദീനാറു വലാ ദിർഹമുൻ, ഒരു സ്വർണമോ ഒരു വെള്ളി നാണയമോ അവിടുന്ന് ആവശ്യമില്ലാത്തത്, അവിടുത്തെ അത്യാവശ്യത്തിനല്ലാത്തത് രാത്രി സൂക്ഷിക്കാറില്ല. ഇങ്ങനെയായിരുന്നു നബി തങ്ങൾ.